ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 197 രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് UNCCD COP16 റിയാദിൽ. ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് ബ്രെയിൻ റോട്ട്. പസഫിക് ഐലൻഡ്സിൽ സോളാർ പ്രൊജക്ടിനായി ISAയുമായി കൈകോർത്ത് ഇന്ത്യ. പാക്ക് ചെയ്ത മിനറൽ കുടിവെള്ളം ഉയർന്ന അപകട സാധ്യതയുള്ള ഭക്ഷണമെന്ന് ഫിസായ്. വാർത്തകൾ വിശദമായി. 197 രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് UNCCD COP16 റിയാദിൽ. ആദ്യമായി വെസ്റ്റ് ഏഷ്യയിൽ വെച്ച് നടക്കുന്ന ഈ പരിസ്ഥിതി സമ്മേളനത്തിന്റെ തീം ആ ലാൻഡ് ആ ഫ്യൂച്ചർ എന്നതാണ്. 1994 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ സ്ഥാപിതമാവുന്നത്. അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും പങ്കാളിത്തത്തിലൂടെയും ഗുരുതരമായ വരൾച്ച നേരിടുന്ന രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ മരുഭൂകരണത്തെ ചെറുക്കുന്നതിനാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. UNCCയോടൊപ്പം കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നീ സമ്മേളനങ്ങളും ചേർന്ന് റിയോ കൺവെൻഷൻസ് എന്നറിയപ്പെടുന്നു. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നതാണ് ഈ 3 സമ്മേളനങ്ങളുടെയും ലക്ഷ്യം. ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രെയിൻ റോട്ട്. 37,000 പബ്ലിക് വോട്ടുകളിൽ നിന്നാണ് ബ്രെയിൻ റോട്ടിനെ ഓക്സ്ഫോർഡ് പ്രസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. നിസ്സാരവും നിലവാരം കുറഞ്ഞതുമായ ഉള്ളടക്കങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കണ്ടന്റുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടാകുന്ന ബ്രെയിനിൻ്റെ തകർച്ചയാണ് ബ്രെയിൻ റോട്ട്. ഈ അധിക സ്ക്രീൻ ടൈം തലച്ചോറിലെ ഗ്രേ മാറ്റർ കുറയ്ക്കുന്നതിനാൽ അറ്റൻഷൻ, മെമ്മറി, ഡിസിഷൻ മേക്കിംഗ് എന്നിവയെ ബാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ മോശം അക്കാഡമിക് പെർഫോമൻസിനും ബിഹേവിയറൽ ചേഞ്ചസിനും ഇത് കാരണമാവുന്നുണ്ട്. 2004 ആരംഭിച്ച ഓക്സ്ഫോർഡിൻ്റെ വേർഡ് ഓഫ് ദി ഇയർ സംരംഭം ആ വർഷത്തെ ജനങ്ങളുടെ താൽപര്യത്തിൻ്റെയും സാമൂഹികമായ മാറ്റത്തിൻ്റെയും സൂചകമാണ്. പസഫിക് ഐലൻഡ്സിൽ സോളാർ പ്രൊജക്ടിനായി ISAയുമായി കൈകോർത്ത് ഇന്ത്യ. ഫിജി, കാംബ്രോസ്, മഡഗാസ്കർ, സേഷൽ തുടങ്ങിയ പസഫിക് ഐലൻഡ്സിനെയാണ് സോളാർ പ്രൊജക്ടുകൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള സൗരോർജ്ജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ആഗോള സംരംഭമാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. 2015 പാരീസ് ക്ലൈമറ്റ് കോൺഫറൻസിലാണ് ഈ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയും ഫ്രാൻസുമാണ് ഇതിന്റെ സ്ഥാപകർ. ഇൻഡോ പസഫിക് റീജിയനിലെ ദ്വീപ് രാജ്യങ്ങൾ നേരിടുന്ന ഊർജ്ജ സുരക്ഷാ പ്രശ്നങ്ങളെ നേരിടാനും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ പരിഹരിക്കാനും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇന്ത്യയും ISAയും ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത്. പാക്ക് ചെയ്ത മിനറൽ കുടിവെള്ളം ഉയർന്ന അപകട സാധ്യതയുള്ള ഭക്ഷണമെന്ന് ഫിസായ്. ഹൈ റിസ്ക് കാറ്റഗറിയിലായിരിക്കും ഇനി മുതൽ ഈ മിനറൽ വാട്ടർ പാക്കേജ് ഉൾപ്പെടുക. FSSAI അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്നു. ജലത്തിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച തെറ്റിദ്ധരിപ്പിക്കുന്ന ലേബലുകൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രശ്നങ്ങൾ, പരിസ്ഥിതി ആശങ്കകൾ തുടങ്ങിയവ മിനറൽ വാട്ടർ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ എല്ലാ നിർമ്മാതാക്കളും FSSAI അംഗീകരിച്ച ഏജൻസികൾ വഴി പ്രതിവർഷം റിസ്ക് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ നടത്തണമെന്നതാണ് പുതിയ ഉത്തരവ്. ഫിൽട്രേഷൻ, അണുവിമുക്തമാക്കൽ തുടങ്ങിയ പ്രക്രിയകൾ കർശനമായി പാലിക്കുന്നതിന് ഈ നീക്കം ഊന്നൽ നൽകുന്നു. ഹൈ റിസ്ക് കാറ്റഗറി എന്ന് ലേബൽ ചെയ്യുന്നത് കൊണ്ട് നിലവിലെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമല്ലെന്ന് അർത്ഥമല്ല. എന്നാൽ ഉയർന്ന ജാഗ്രത കൊണ്ടുവരുവാനും ലൈസൻസ് ഇല്ലാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമെതിരെ നടപടിയെടുക്കാനുള്ള ഒരു മികച്ച നീക്കമാണിത്. ഒരു കൗതുക വാർത്തയിലേക്ക്. 3600-ലധികം കിലോമീറ്റർ താണ്ടിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ഒരു അതിഥി. സുക്പാക് എന്ന സൈബീരിയൻ ഡെമോസെൽ ക്രെയിനാണ് കക്ഷി. രാജസ്ഥാനിലേക്ക് വരുന്ന ദേശാടന പക്ഷികൾ ഇതാദ്യമായാണ് ഈ റെക്കോർഡ് ദൂരം മറികടക്കുന്നത്. നിരവധി തണ്ണീർത്തടങ്ങളും തടാകങ്ങളും ഉള്ള രാജസ്ഥാന്റെ ഭൂപ്രകൃതിയും അവിടുത്തെ കാലാവസ്ഥയും എല്ലാ വർഷവും നിരവധി ദേശാടന പക്ഷികളെ ആകർഷിക്കാറുണ്ട്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ കോണ്ടിനെന്റുകളിലൂടെയുള്ള ദേശാടന പക്ഷികളുടെ പ്രധാന റൂട്ടായ സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയുടെ ഭാഗം കൂടിയാണ് രാജസ്ഥാൻ. എല്ലാ വർഷവും ഏകദേശം 71,000 കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്യുന്ന ആർട്ടിക് ടേണിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ദൂരം മൈഗ്രേറ്റ് ചെയ്തതിന്റെ റെക്കോർഡ് ഉള്ളത്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി.